ശ്രീയാണോ? വാ. ഇല്ല, കയറുന്നില്ല. എനിക്ക് നാട്ടിലേക്കൊന്ന് പോകണം. എന്തോ അത്യാവശ്യം എന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് രാത്രി വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ വെളുപ്പിനങ്ങ് എത്താം. ലീവ് ലെറ്റർ രാജേഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നത് എനിക്കൊരു 1000 രൂപ വേണം. ഓ, അതിനെന്താ? വാ. ആ, ആരാ? ശ്രീകുമാറോ? വാ വാ, ഇരിക്കെ. അമ്മേ, ഞാനൊരു ചായ എടുത്തിട്ട് വരാം. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? ആ, കുഴപ്പമില്ല സാർ. എവിടേക്കോ ഒരു യാത്രയാണെന്ന് തോന്നുന്നു. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ. എന്താ ഇത്ര അർജൻറ്റ്? അറിയില്ല, അത്യാവശ്യമായിട്ട് ചേച്ചി വീട്ടിലേക്കൊന്ന് ചെല്ലാൻ പറഞ്ഞു. പ്രൊമോഷൻ ചാൻസ് ഒക്കെ ഉണ്ടാകും, നോക്കാം. മറ്റു യൂണിയനുകളിൽ ചില പുതിയ രാജവെമ്പാലകളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു ശ്രമം നടത്തിയേനെ. ദാ, അയ്യോ, അത് വിത്തോട്ടാ, അച്ഛനാ. ആ, ഷുഗറങ്ങറ്റാണേ. എന്ത് പറയാനാ, പണ്ടൊക്കെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഭൂശ്വാസികളുടെ സൂക്കേടാ. നീ എത്ര ദിവസത്തെ ലീവ് എഴുതി കൊടുത്തിട്ടുണ്ട്? 3. ഇപ്പോഴത്തെ പിള്ളേർ ജോലി കിട്ടാൻ കാത്തിരിക്കുക. ലീവ് എഴുതി കൊടുക്കുക. അയ്യോ സാർ, ഞാനിതെന്താ അത്യാവശ്യമായിട്ട് ചേച്ചി വിളിച്ചതിൻ്റെ പേരിൽ പോകുന്നത്. അച്ഛൻ വെറുതെ പറഞ്ഞാടാ. സാറേ, ഞാനെന്നാ. നീ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇരിക്കേ. ഇല്ല, ബസ് പോകും, അതാ. അച്ഛൻ ഞാനെന്ന് ഇവനെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. വാ. ശരി സാർ. ആ, പോവാം. പിന്നെ ശ്രീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിന്റെ ഈ ആവശ്യമില്ലാത്ത കമ്മിറ്റ്മെന്റ്സ് അത് ശരിയാവില്ല. നീ എന്നെ കുറ്റപ്പെടുത്താണ്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ പുറമെ കാണുന്ന പോലെയല്ല, ഈ ഫാമിന്റെ അണ്ടർഗ്രൗണ്ടിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ഒരു പരിധിക്കപ്പുറം എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനാവില്ല. നിനക്ക് ഞാനൊരു ബാധ്യതയായോ? ബാധ്യതയോ? നീ എന്താ ഈ പറയുന്നേ? ശരി, എത്തിയിട്ട് വിളിക്കണം. എടാ, ബസ് വരണവരെ വെയിറ്റ് ചെയ്യണോ? വേണ്ട, നീ പൊക്കോ. എനിക്ക് വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ടാകാം. പോട്ടെ.